ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല തണുത്ത പ്രകൃതിയുടെ സ്വന്തം മധുരമായ കരിമ്പ് ജ്യൂസാണ്. ഈ ജ്യൂസ് വെറുമൊരു പാനീയമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും ആഘോഷങ്ങളുടെയും ഒരു അമൂല്യമായ ഭാഗം കൂടിയാണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് കരിമ്പിന് എപ്പോഴും ഈ നമ്മുടെ ഉത്സവങ്ങളിലും വിശേഷിച്ച് നവരാത്രി പോലെയുള്ള ആഘോഷങ്ങളിലും ഇത്ര പ്രധാനമായി ഉപയോഗിക്കുന്നതെന്ന്? അതിന് പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. നവരാത്രി കാലത്ത് നമ്മൾ ആരാധിക്കുന്ന ഭഗവതിയുടെ ഒരു രൂപമാണ് ബാലാ ത്രിപുര സുന്ദരി. പരാശക്തിയുടെ ബാലരൂപമായ ഈ ദേവിയെ ചിത്രീകരിക്കുമ്പോൾ അവരുടെ കൈകളിൽ എപ്പോഴും ഒരു പ്രത്യേക ആയുധം കാണാം. അതാണ് കരിമ്പ് കൊണ്ട് നിർമ്മിച്ച വില്ല്. കേൾക്കുമ്പോൾ രസകരമല്ലേ? ദേവി എന്തിനാണ് മധുരമുള്ള കരിമ്പ് വില്ലായി ഉപയോഗിക്കുന്നത്? അതിന് ആഴമായ ഒരു അർത്ഥമുണ്ട്. കരിമ്പ് വില്ല് മനസ്സിനെ സൂചിപ്പിക്കുന്നു. ഈ വില്ല് നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമാണ്. ഈ വില്ലിൽ ദേവി അമ്പുകളായി ഉപയോഗിക്കുന്നത് പൂക്കളാണ്, പഞ്ചപുഷ്പങ്ങൾ. ഈ പൂവമ്പുകൾ നമ്മുടെ പഞ്ചേന്ദ്രിയ വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നമ്മുടെ 5 സെൻസ് ഒബ്ജക്ട്സിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരിയായ വഴിയിൽ നിയന്ത്രിച്ച് ജീവിതത്തിൽ എപ്പോഴും സ്നേഹവും മധുരവും ശാന്തമായ ചിന്തകളും നിലനിർത്തണം എന്നാണ് ദേവി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നവരാത്രി പോലുള്ള പുണ്യദിനങ്ങളിൽ ദേവി പൂജയുടെ ഭാഗമായും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായും നമ്മൾ കരിമ്പ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദുർഗാപൂജയുടെ ഭാഗമായ ദുർഗ ബലിദാൻ പോലുള്ള ചടങ്ങുകളിൽ മൃഗബലി ഒഴിവാക്കി അതിനു പകരമായി പ്രതീകാത്മകമായി ബലിയായി കരിമ്പ് ഉപയോഗിക്കുന്ന ആചാരവും പലയിടത്തുമുണ്ട്. ഇത് അഹിംസ എന്ന വലിയ സന്ദേശത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കുമ്പോൾ ഓർക്കുക, ഇത് വെറും ഒരു മധുരമല്ല, ജീവിതത്തിൽ ഐശ്വര്യവും മനഃശാന്തിയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ശക്തിയും നൽകുന്ന ദേവീ കടാക്ഷത്തിൻ്റെ മധുരം കൂടിയാണ്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുന്നു. അങ്ങനെ കഥകളൊക്കെ കേട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കരിമ്പ് ജ്യൂസിൻ്റെ ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൽക്ഷണ ഊർജ്ജം, അതായത് കരിമ്പിലുള്ള സ്വാഭാവികമായ പഞ്ചസാര ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകുന്നു. ക്ഷീണമകറ്റി ഉന്മേഷം നൽകുന്നത് സഹായിക്കും. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡുകളും വിറ്റാമിൻ സിയും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. ഇത് കുടലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ബലത്തിനും ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നാരങ്ങയും ഇഞ്ചിയും ചേർത്താണ് ജ്യൂസ് കുടിക്കുന്നതെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം ഇരട്ടിക്കും. നമ്മുടെ കരിമ്പ് ജ്യൂസ് ഇവിടെ റെഡിയായി. നവരാത്രിയുടെ മധുരമായ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിലും മനസ്സിലും നിറയട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും. ഈ ഐതിഹ്യവും കരിമ്പ് ജ്യൂസും ഉണ്ടാക്കുന്ന രീതിയും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ടിപ്സുമായി വീണ്ടും കാണാം. നന്ദി.